ചരിത്രത്തിന്റെ ഗതിമാറ്റിയ, ലോകത്തെ തന്നെ മാറ്റിമറിച്ച ഒരു പാതയെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. സിൽക്ക് റൂട്ട്. പണ്ട് പൊടി നിറഞ്ഞ വഴികളിലൂടെ നീങ്ങിയ ഒട്ടകക്കൂട്ടങ്ങളിൽ നിന്ന് തുടങ്ങി ഇന്ന് ചീറിപ്പായുന്ന അതിവേഗ ട്രെയിനുകൾ വരെ എത്തി നിൽക്കുന്ന ഈ ഇതിഹാസ പാതയുടെ കഥ നമുക്കൊന്ന് കേട്ടുനോക്കാം. നമുക്ക് ഈ ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം, അല്ലേ? 2000 വർഷം മുൻപുണ്ടായിരുന്ന ഒരു വ്യാപാര പാതയ്ക്ക് ഇന്ന് നമ്മുടെയൊക്കെ ഭാവിയെ രൂപപ്പെടുത്താൻ കഴിയുമോ? ചിലപ്പോൾ ഇതിന്റെ ഉത്തരം നിങ്ങളെ ശരിക്കും അത്ഭുതപ്പെടുത്തിയേക്കാം. അപ്പോൾ നമ്മളിന്ന് 5 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. ആദ്യം, എന്തായിരുന്നു ഈ പുരാതന ശൃംഖല എന്ന് നോക്കും. പിന്നെ പേര് സിൽക്ക് റൂട്ട് എന്നാണെങ്കിലും സിൽക്കിനും അപ്പുറം എന്തൊക്കെയാണ് കൈമാറ്റം ചെയ്യപ്പെട്ടതെന്ന് കാണാം. അതിനുശേഷം നമ്മൾ ഇന്നത്തെ പുതിയ സിൽക്ക് റൂട്ടിലേക്ക് വരും. പഴയതും പുതിയതും തമ്മിലൊന്ന് താരതമ്യം ചെയ്യും. അവസാനം ഇതെല്ലാം ചേർന്ന് ഒരു പുതിയ ലോകക്രമത്തിന് കാരണമാകുമോ എന്നൊരു വലിയ ചോദ്യവും നമ്മൾ ചർച്ച ചെയ്യും. ശരി, അപ്പോൾ നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. പുരാതന ആഗോള ശൃംഖല. എന്തായിരുന്നു യഥാർത്ഥത്തിൽ ഈ സിൽക്ക് റൂട്ട്? സിൽക്ക് റൂട്ട് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്നത് ഒറ്റ വരിയായി പോകുന്ന ഒരു റോഡായിരിക്കും, അല്ലേ? പക്ഷേ അതൊരു വലിയ തെറ്റിദ്ധാരണയാണ്. ഇതൊരിക്കലും ഒരൊറ്റ റോഡായിരുന്നില്ല. മറിച്ച് കിഴക്കും പടിഞ്ഞാറും തമ്മിൽ ബന്ധിപ്പിക്കുന്ന, കരയിലൂടെയും കടലിലൂടെയും പോകുന്ന ഒരുപാട് പാതകളുടെ ഒരു സങ്കീർണമായ ശൃംഖലയായിരുന്നു അത്. രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, സിൽക്ക് റൂട്ട് എന്ന ഈ പേര് പോലും 19ാം നൂറ്റാണ്ടിൽ വന്ന താരതമ്യേന പുതിയ ഒന്നാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ ഭാഗത്തേക്ക് പോകാം. സിൽക്കിനുമപ്പുറം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പേര് സിൽക്ക് റൂട്ട് എന്നാണെങ്കിലും പട്ടു മാത്രമല്ല ഇതിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയത്. സത്യം പറഞ്ഞാൽ ലോകത്തിലെ ആദ്യത്തെ ആഗോളവൽക്കരണത്തിന് തിരികൊളുത്തിയത് ഒരുപക്ഷേ ഈ പാതയായിരിക്കാം. ഒന്നാലോചിച്ചു നോക്കൂ. സിൽക്ക് റൂട്ടിലൂടെ പോയത് സാധനങ്ങൾ മാത്രമല്ല, ലോകത്തെ മാറ്റിമറിച്ച ആശയങ്ങൾ കൂടിയാണ്. ഇന്ത്യയിൽ നിന്ന് ബുദ്ധമതം ചൈനയിലേക്ക് പടർന്നതും, കടലാസ്, വെടിമരുന്ന്, അച്ചടി പോലുള്ള ചൈനീസ് കണ്ടുപിടുത്തങ്ങൾ പടിഞ്ഞാറൻ ലോകത്തേക്ക് എത്തിയതും ഈ വഴികളിലൂടെയാണ്. അതുകൊണ്ട് ഇതൊരു വെറും വ്യാപാരപാതയായിരുന്നില്ല, മറിച്ച് ഒരു സാംസ്കാരിക സൂപ്പർ ഹൈവേ ആയിരുന്നു എന്ന് തന്നെ പറയാം. ശരി, ഇനി നമുക്ക് കുറേ നൂറ്റാണ്ടുകൾ മുന്നോട്ട് വന്ന് ഇന്നത്തെ കാലത്തേക്കെത്താം. ചൈന എങ്ങനെയാണ് ഈ പുരാതന ആശയത്തെ 21ാം നൂറ്റാണ്ടിൽ വീണ്ടും പൊടിതട്ടിയെടുക്കുന്നത് എന്ന് നോക്കാം. ഇതിനെയാണ് ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ് അല്ലെങ്കിൽ BRI എന്ന് പറയുന്നത്. പഴയ സിൽക്ക് റൂട്ടിനെ പോലെ തന്നെ ഇതിനും 2 പ്രധാന ഭാഗങ്ങളുണ്ട്. കരയിലൂടെ പോകുന്ന സിൽക്ക് റോഡ് എക്കണോമിക് ബെൽറ്റും കടലിലൂടെ പോകുന്ന മാരിടൈം സിൽക്ക് റോഡും. ലക്ഷ്യം വളരെ വ്യക്തമാണ്. പുതിയ റെയിൽവേകളും തുറമുഖങ്ങളും ഹൈവേകളുമൊക്കെ നിർമ്മിച്ച് ഏഷ്യ, യൂറോപ്പ്, ആഫ്രിക്ക എന്നീ ഭൂഖണ്ഡങ്ങളെ ചൈനയുമായി കൂടുതൽ അടുപ്പിക്കുക. ഇതിന്റെ ഒരു വലിപ്പം എത്രത്തോളമുണ്ടെന്നറിയാമോ? 150ലധികം രാജ്യങ്ങൾ. അത്രയധികം രാജ്യങ്ങളാണ് ഈ ഭീമൻ പദ്ധതിയുമായി സഹകരിക്കാൻ ഇതിനോടകം തന്നെ സമ്മതിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊരു ചെറിയ പ്രാദേശിക പദ്ധതിയല്ല, മറിച്ചൊരു ആഗോള നീക്കമാണ്. അപ്പോൾ ഇതുകൊണ്ടുള്ള പ്രായോഗികമായ നേട്ടം എന്താണെന്നല്ലേ? ഒരു ഉദാഹരണം പറയാം. ചൈനയിൽ നിന്ന് യൂറോപ്പിലേക്ക് കടൽ വഴി ഒരു കണ്ടെയ്നർ എത്താൻ സാധാരണയായി 45 ദിവസം എടുക്കും. എന്നാൽ ഈ പുതിയ BRI റെയിൽ പാതയിലൂടെയോ വെറും 15 ദിവസം മതി. അതായത് യാത്രാസമയം 3-1 കുറയുന്നു. ഇത് ലോക വ്യാപാരത്തെ തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള ഒരു മാറ്റമാണ്. ശരി, ഇനി 4ാമത്തെ ഭാഗം, അന്നും ഇന്നും. ഈ പുരാതന പാതയും പുതിയ പദ്ധതിയും തമ്മിൽ എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? നമുക്കൊന്ന് താരതമ്യം ചെയ്തു നോക്കിയാലോ? ഈ താരതമ്യം ശരിക്കും ശ്രദ്ധേയമാണല്ലേ? പഴയ സിൽക്ക് റൂട്ട് കാലക്രമേണ വ്യാപാരത്തിലൂടെ സ്വാഭാവികമായി വളർന്നുവന്ന ഒന്നാണ്. എന്നാൽ പുതിയതങ്ങനെയല്ല. അത് ചൈനയുടെ നേതൃത്വത്തിൽ വളരെ തന്ത്രപരമായി നിർമ്മിക്കുന്ന ഒന്നാണ്. പിന്നെ വെല്ലുവിളികളുടെ കാര്യം നോക്കിയാൽ, പഴയകാലത്തെ കൊള്ളക്കാരുടെ സ്ഥാനത്ത് ഇന്ന് നമ്മൾ കേൾക്കുന്നത് കടക്കെണി പോലുള്ള സാമ്പത്തികവും രാഷ്ട്രീയമായ വെല്ലുവിളികളെക്കുറിച്ചാണ്. ചുരുക്കി പറഞ്ഞാൽ, സ്വാഭാവികമായൊരു ഒഴുക്കിൽ നിന്ന് കേന്ദ്രീകൃതമായൊരു പദ്ധതിയിലേക്കുള്ള ഒരു വലിയ മാറ്റം നമുക്കിവിടെ കാണാം. അപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് ഏറ്റവും നിർണായകമായൊരു ചോദ്യത്തിലാണ്. ഈ പുതിയ സിൽക്ക് റൂട്ട് ഒരു പുതിയ ലോകക്രമത്തിന് തന്നെ വഴിവെക്കുമോ? ഇതിൽ ഒളിഞ്ഞിരിക്കുന്ന അവസരങ്ങൾ എന്തൊക്കെയാണ്? അതേസമയം ഇതിന്റെ അപകടസാധ്യതകൾ എന്തെല്ലാമാണ്? പഴയതും പുതിയതുമായ അപകടങ്ങൾ തമ്മിൽ രസകരമായൊരു സാമ്യമുണ്ട്. പണ്ടുകാലത്ത് വ്യാപാരികൾക്ക് കൊള്ളക്കാരെയായിരുന്നു പേടി. ഇന്നാണെങ്കിലോ ഈ പദ്ധതിയിൽ പങ്കാളികളാകുന്ന രാജ്യങ്ങൾ ഭയക്കുന്നത് കടക്കെണികളെയാണ്. അതായത്, ഈ വലിയ പ്രോജക്റ്റുകൾക്ക് വേണ്ടി വാങ്ങിക്കൂട്ടിയ കടം തിരിച്ചടയ്ക്കാൻ കഴിയാതെ വരുമോ, അതിലൂടെ തങ്ങളുടെ രാജ്യത്തിന്റെ പരമാധികാരം തന്നെ നഷ്ടപ്പെടുമോ എന്നൊക്കെയുള്ള ഭയം. ഈ വിഷയത്തിലെ വിദഗ്ധർ ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? കൗൺസിൽ ഓൺ ഫോറിൻ റിലേഷൻസ് പറയുന്നതുപോലെ, BRI എന്നത് ചൈനയുടെ നേതൃത്വത്തിലൊരു പുതിയ ആഗോള ബന്ധം രൂപപ്പെടുത്താനുള്ള ഒരു വഴിയാണ്. എന്നുവെച്ചാൽ ഇതൊരു വെറും സാമ്പത്തിക പദ്ധതി മാത്രമല്ല, അതിനപ്പുറം ഒരു രാഷ്ട്രീയ അജണ്ട കൂടിയുള്ള ഒന്നാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്?
സിൽക്ക് റൂട്ടുകൾ അത് പഴയതായാലും പുതിയതായാലും ഈ ലോകം എത്രമാത്രം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മളെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. വ്യാപാരം ഒരിക്കലും ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്നില്ല. അതിൻ്റെ കൂടെ സംസ്കാരവും രാഷ്ട്രീയവും അധികാരവും എപ്പോഴും സഞ്ചരിക്കും. ലോകശക്തിയുടെ കേന്ദ്രം എങ്ങനെയാണ് മാറിക്കൊണ്ടിരിക്കുന്നത് എന്നതിൻ്റെ ഒരു നേർക്കാഴ്ച കൂടിയാണിത്. പുരാതന സിൽക്ക് റൂട്ട് പല രീതിയിൽ ലോകത്തെ ഒരുമിപ്പിച്ചു. അപ്പോൾ ഇന്നത്തെ ചോദ്യം ഇതാണ്: ഈ പുതിയ സിൽക്ക് റൂട്ടും അത് തന്നെ ചെയ്യൂ? ഇനി അഥവാ ചെയ്യുകയാണെങ്കിൽ അത് ആരുടെ നിബന്ധനകളിലായിരിക്കും? ഈ ഒരു ചിന്തയോടെ ഇന്നത്തെ ഈ ചർച്ച നമുക്ക് അവസാനിപ്പിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ എനിക്ക് താൽപ്പര്യമുണ്ട്. അടുത്ത വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം.